എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇത് ചെങ്ങര അയ്യപ്പൻ വിളക്ക് മഹോത്സവം, അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പാലക്കൊമ്പും അതുപോലെ കനലാട്ടവും തിരുച്ചിലൊക്കെ നമ്മൾ മനസ്സിൽ ഓടിയെത്തുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അമ്പലവും പള്ളിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഈ ഒരു കാഴ്ച നമ്മൾ പൊതുവെ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, മുഴുവനും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചെങ്ങരയാണ് കേട്ടോ. ചെങ്ങര അയ്യപ്പൻ വിളക്ക് സംഘത്തിലെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല പൊതുവെ ഒരു വൈകുന്നേര സമയങ്ങളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ വാഴ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മുഴുവൻ ഈ അമ്പലവും പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത്. വാഴയും വാഴപ്പോളയും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുരുത്തോലയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് കുറേ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാഴ പൊളിച്ചിട്ട്, അതായത് വാഴയുടെ ഈ പച്ച മുകൾ ഭാഗമൊക്കെ പൊളിച്ച് ഒഴിവാക്കിയിട്ട് അതിൻ്റെ വെള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിന് തൂണായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ പൊളിച്ച് വെച്ചിട്ടുള്ള ഭാഗം ഈ പോള, വാഴപ്പോള, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ മേൽക്കൂരൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വാഴ ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം ഒരു ചെറിയ അലക്, അതായത് നമ്മുടെ കവുങ്ങിൻ്റെ ഒക്കെ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഈ വാഴയിൽ കുത്തി വെക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരം കൊണ്ട് ഈ പട്ടികയും ഇതൊക്കെ അടിച്ചുണ്ടാക്കുന്നത് പോലെയല്ല, വാഴയാണ്. അപ്പോൾ നമ്മൾ നല്ല സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് ഒന്ന് ചെറുനേരം മിസ്സിങ് ആയി കഴിഞ്ഞാൽ ആ വാഴ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ കെയർ ചെയ്ത് മാത്രമാണ് ഇത് നമ്മൾ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ ഏകദേശം ഇപ്പം രാത്രി ഒരു 10 മണി ആയിട്ടുണ്ട്. എന്തായാലും നേരം വെളുക്കോളം ഇതിൻ്റെ വർക്ക് പുരോഗമിക്കും. കാരണം ഇതിൽ അയ്യപ്പൻ്റെ അമ്പലം, അതുപോലെ തന്നെ ഭഗവതിയുടെ അമ്പലം, അതുപോലെ വാവരപ്പള്ളി, അതുപോലെ തന്നെ ചെറിയ ഗണപതിക്കൊരു അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം വെളുക്കും. അപ്പം പൊതുവെ ഈ ഒരു സമയത്ത് ആരും ഇത് കാണാൻ വരില്ല, കാരണം ഇത് ഉണ്ടാക്കുന്നത് ഉറക്കൊഴിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഈ നേരത്ത് നമ്മുടെ പന്തലിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ചാടുന്ന ആൾക്കാർ, ഈ അയ്യപ്പൻ വിളക്കിന് വേണ്ടിയിട്ട് ചാടുന്ന ആൾക്കാരാണിത് ഉണ്ടാക്കുക. പിന്നെ അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ ഈ താഴികക്കുടം ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ കുരുത്തോല വെച്ചിട്ടാണ് താഴികക്കുടം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഓടിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഇതുപോലുള്ള ഈ വാഴയുടെ പോള ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓടിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുന്നത്. അത് പല തരത്തിൽ പല മോഡൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പം എല്ലാവരും പല ഭാഗങ്ങളിൽ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പകുതിയോട് അടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വർക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് പൂർത്തിയാകും. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഓട് കട്ട് ചെയ്യുന്നൊരു പണിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മുടെ വാഴപ്പോളയിൽ കുറച്ച് വെള്ള
വാഴപ്പോളയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓട് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചുവപ്പും കറുപ്പും കളറ് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ചുവപ്പ് കാണുന്ന കളറ് ഭഗവതിയുടെ അമ്പലമാണ്. അതുപോലെ തന്നെ കറുപ്പിൽ കാണുന്നത് അത് അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉള്ളിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും കുറച്ച് വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി പൂർത്തിയാവും. അപ്പോൾ എല്ലാവരും ഉറക്കക്ഷീണത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതായത് നേരം വെളുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ അമ്പലം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവസാന ഘട്ടം കഴിഞ്ഞു. നമ്മുടെ ഡിസൈൻ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്.